ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയി, പക്ഷേ നമ്മൾ ചക്കക്കുരു എത്ര വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റെഡ് കളർ വല്ലാതെ കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം തൊലി കളഞ്ഞെടുക്കാം. ഇനി അതൊന്ന് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിവിടെ നീളത്തിലായിട്ട് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരുയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒക്കെ ഡബിൾ ആക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ മൂടി വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ വരെയോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 3 വിസിലാവോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരിക. ചില ചക്കക്കുരുവിന് പൊടി കുറവാണെങ്കിൽ 2 വിസിലൊക്കെ മതി. അപ്പോൾ അതൊന്ന് വെള്ളം ഊറ്റിയിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സവാള നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒപ്പം ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വാടി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണം വിടുവോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് ഉള്ളി വാടി വരാനൊന്നും കാത്തിക്കണ്ട, കാരണം അത് മെഴുക്ക് വരട്ടി ടേസ്റ്റ് കുറയേ ചെയ്യുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഏത് മെഴുക്ക് വരട്ടിയാലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് കറിവേപ്പില ഇടുന്നതാണ് നല്ലത്, കാരണം അതൊരു വാടിയ കളറായി കഴിഞ്ഞാൽ ടേസ്റ്റ് അതിൻ്റെ പോകും. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇത് എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഇവിടെ നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് തന്നെ ഒരുപാട് എരിവുള്ളതൊക്കെയാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, കാരണം പച്ചമുളക് ഉള്ളതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ഒരുപാട് ചക്കക്കുരൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ചോറിന് വെച്ച് നോക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.